ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിന് കഠിനംകുളം പുതുക്കുറിച്ചിയിൽ വീടിന് നേരെ കല്ലേറും ആക്രമണവും. പുതുക്കുറിച്ചി പുന്നമൂട് ഹൗസിൽ 69-കാരിയായ നദീറയ്ക്കും ഇവരുടെ വീടിന് നേരെയുമാണ് ലഹരി സംഘം ആക്രമണം നടത്തിയതെന്ന് പരാതി. വീടിന്റെ ഷീറ്റും ജനാലകളും കസേരകളും തകർത്തിട്ടുണ്ട്. പഞ്ചായത്ത് അംഗത്തിന്റെ മകൻ ഉൾപ്പെടുന്ന സംഘമാണ് അക്രമം നടത്തിയതെന്ന് പരാതിയിൽ പറയുന്നു. ഇന്നലെ ഇവിടെ ആ രണ്ട് പിള്ളേരും കൂടെ ഇതിനകത്ത് വന്ന് കയറി കഞ്ചാവ് അടിക്കുന്നതാണ് ജോലി. ആ പിള്ളേരൊക്കെ ജോലി. അവർ ഇതിനകത്ത് വരരുതെന്ന് പറഞ്ഞതിന് ഒരുപാട് വെള്ളമൊക്കെ പറഞ്ഞ് പിടിച്ച് തള്ളി. അത് മക്കൾ ചെറുക്കാൻ വന്നപ്പോൾ മൂത്ത മോനെ അടിച്ച് അവൻ പിന്നെ ആശുപത്രിയിൽ പോയി. ഉച്ചയ്ക്ക് 2 മണിക്ക് ഉച്ചയ്ക്ക് 2 മണിക്കാണ് സംഭവം നടക്കുന്നത്. അപ്പോൾ അപ്പോഴത്തന്നെ ഞാൻ കബീറിനെ വിളിച്ച് കാര്യം പറഞ്ഞ്, കബീറെ ഇതിൽ നീ ഇടപെടരുത്, നിൻ്റെ മക്കളൊക്കെ ശരി തന്നെ, ഞാൻ കൊണ്ടുപോയി കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. അത് പോയി കേസ് കൊടുത്തതിന് ശേഷം രാത്രി വന്ന് 8 മണിക്ക് ഈ ജനലും കഥവും എല്ലാം അടിച്ചു പൊട്ടിച്ച്. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം. നദീറയുടെ വീടിന്റെ മതിൽ ചാടിക്കടന്ന് കോമ്പൗണ്ടിനുള്ളിൽ ലഹരി ഉപയോഗിച്ചത് ചോദ്യം ചെയ്തതാണ് ആക്രമണത്തിൽ കലാശിച്ചത്. നദീറയ്ക്ക് നേരെ ആക്രമണവും അസഭ്യവർഷവും നടത്തിയ സംഘം ചോദ്യം ചെയ്ത മക്കളെയും ആക്രമിച്ചു. ആക്രമണത്തിൽ പരിക്കേറ്റവർ പിന്നീട് ചികിത്സ തേടി. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയതോടെ രാത്രി 8 മണിയോടെ വീടിന് നേരെ കല്ലേറ് നടത്തുകയായിരുന്നു. കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് ചാടി ഇവിടെ വന്നിരുന്ന് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. മദ്യപാനം, കഞ്ചാവോലി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഉമ്മ 2-3 തവണ അവരെ വിലക്കി. അപ്പോഴത്തേക്ക് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായപ്പോഴത്തേക്ക് അവർ പ്രതികരിച്ച് ഞങ്ങൾ പോയി കേസ് കൊടുത്ത്, ഞാൻ ആശുപത്രിയിൽ പോയി അഡ്മിറ്റായിട്ട് ഡോക്ടർ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് വന്ന്. പിന്നെ ഞാനിവിടെ ഇല്ലായിരുന്നു, എൻ്റെ അനിയനെ ഇല്ലായിരുന്നു. 8 മണിയായപ്പോഴത്തേക്കും ഉമ്മ വിളിച്ചിട്ട് പറയാണ്, ബാക്കിൽ ഭയങ്കരമായ ശബ്ദങ്ങൾ കേൾക്കുന്നു, കതകിലെല്ലാം അടിച്ച് പൊട്ടിക്കുന്നുണ്ട്, ജനലെല്ലാം പൊട്ടി വീണ ശബ്ദം കേൾക്കുന്നുണ്ട്. ഞാൻ 10 മണിക്ക് ഇവിടെ തിരിച്ചെത്തി. ഇവിടെ നോക്കുമ്പോൾ ഇതെല്ലാം അടിച്ച്, ഇത് കസേര അത് കാര്യങ്ങളെല്ലാം അടിച്ച് പൊട്ടിച്ചിട്ടേക്കുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് വാടകയ്ക്ക് നൽകിയിരുന്ന വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. താമസക്കാർ പുറത്തേക്ക് പോയതിനാൽ ആർക്കും പരിക്കേറ്റില്ല. സമീപത്തെ വീട്ടിൽ ചികിത്സയിൽ കഴിയുന്ന നദീറയുടെ ഭർത്താവ് റഷീദിന് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. കഠിനംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തലസ്ഥാന വാർത്തകൾ, കഴക്കൂട്ടം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്. മാമംപാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. ഫോൺ 9349636108 702552331. CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്, മാമംപാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. അറേബ്യൻ ഫാഷൻ ജ്വല്ലറി, ആലങ്ങോട്, പോത്തൻകോട്, ആറ്റിങ്ങൽ. അതിരുകളില്ലാത്ത ആത്മബന്ധം.